الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഹൃദയം വഖുലൂബുൽ ഇബാദി അടിമകളുടെ ഹൃദയം ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിൽ ജബ്ബാർ അർഹമർ റഹീമായ രാജാധിരാജനായ മലിക്കുൽ ജലീലായ ആശ്രിത വത്സലനായ അല്ലാഹുവിന്റെ നിയന്ത്രണങ്ങൾക്കിടയിലാണ്, അവന്റെ പിടുത്തത്തിനിടയിലാണ്. അവൻ ഉദ്ദേശിച്ചാൽ അത് അവൻ തിരിച്ചുകൊണ്ടിരിക്കും, അവൻ ആ ഹൃദയത്തെ മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ത്വാഅത്തിനായി ഉറച്ചു നിൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ത്വാഅതിക. ഇബ്ലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഈമാൻ കാമിലായി ഭരിക്കാൻ സാധ്യമാകണമെങ്കിൽ സഹോദരന്മാരെ, അതിനുള്ള പ്രയത്നം നാം ചെയ്യണം. അതിനുള്ള പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും നാം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ട് നാം മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ പടച്ച തമ്പുരാൻ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ, ഖാലൂ, അവർ പറയും, റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്. സുമ്മസ്തഖാമൂ, പിന്നെ അവർ അതിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ്, അല്ലാഹുവാണ് ഞങ്ങളുടെ സംരക്ഷകൻ, അല്ലാഹുവാണ് ഞങ്ങളുടെ ഇലാഹ് എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുറപ്പിച്ചുകൊണ്ട് സുമ്മസ്തഖാമൂ, പിന്നെ അവർ ചൊവ്വായി നിൽക്കുക. ഈ റൂട്ടിൽ നിന്ന്, ഈ ദിശയിൽ നിന്ന് ഒരിക്കലും റൂട്ട് തെറ്റാതെ അവരതിൽ അടിയുറച്ചു നിൽക്കുന്നു. അങ്ങനത്തെ ആളുകൾ, അവർക്ക് മലക്കുകൾ അവതരിച്ചുകൊണ്ട് പറയുന്നു, അല്ലാ തഹാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. മലക്കുകൾ അവരോട് സന്തോഷ വാർത്ത അറിയിക്കുന്നു സ്വർഗം കൊണ്ട്. അവരോടൊന്നും ഭയപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, ബുദ്ധിമുട്ടാകേണ്ടതില്ല. നിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ടെന്ന് മലായിക്കത്തുകൾ ഓരോ മുഅ്മിനീങ്ങളോടും സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരണസമയത്ത് സക്കറാത്ത് എളുപ്പമായി സന്തോഷകരമായി തീരാനുള്ള പ്രവർത്തനങ്ങളാണ് നാം ഇവിടെ ചെയ്തു വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ജീവിതമല്ല, മരണമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, ആ രംഗത്തെ തരണം ചെയ്യേണ്ടി വരുമ്പോൾ, അതിനുള്ള കരുക്കളും അതിനുള്ള ഉപാധികളും നാം ശേഖരിച്ചു വെക്കാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നാണ് നമ്മുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ, സഹോദരന്മാരെ, നമ്മുടെ കാര്യമാകാവതാളത്തിലാണ്. നമ്മുടെ കാര്യം വളരെ വിഷമത്തിലും ബേജാറിലുമാണ്. കാരണം നാം പോയി കിടക്കേണ്ട ഭവനം, ആ ഭവനത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മെ അലട്ടിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ച് യുവാക്കളായ നമുക്കൊക്കെ തോന്നുന്നത്, ഇന്നും നാളെയൊന്നും നമ്മൾ മരിക്കില്ല, നമുക്കിനിയും കുറെക്കാലം ജീവിതമുണ്ട്. നമ്മുടെ മുൻഗാമികളായ, നമ്മുടെ മുൻകഴിഞ്ഞു പോയ എത്രയോ ആളുകൾ, എത്രയോ കാലങ്ങൾ ഇവിടെ ജീവിച്ചു എന്ന ചിന്ത അവരെ പിടികൂടുമ്പോൾ, സഹോദരന്മാരെ,
أقوت معالمها أين الجسوم التي تابت مطاعمها أين العيون التي نامت فمن ضبئت وهل لها نومة محب ناعمها أين الملوك وأبناء الملوك ومن ألهاه ناظر دنياه وناعمها. മഹാന്മാരായ പണ്ഡിതന്മാർ ദീർഘദൃഷ്ടിയോടുകൂടി പല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്ന കൂട്ടത്തിൽ ഒരു കാര്യം ഇങ്ങനെയും കൂടി മനസ്സിലാക്കി തരുന്നതോ നീ ചോദിച്ചു നോക്ക്. നാദിൽ ഖുസൂറുല്ലത്തി, വലിയ വലിയ മാളികകളോടും വലിയ വലിയ ബിൽഡിങ്ങുകളോടും വലിയ വലിയ കോടതികളോടും ചോദിച്ചു നോക്കുക. ഇതിനകത്ത് താമസിച്ച, ഇതിനകത്ത് സുഖിച്ച, ഇതിനകത്ത് രമിച്ച, ഈ കൊട്ടാരത്തിൽ വസിച്ച ആളുകളൊക്കെ എവിടെ പോയി? അവരൊക്കെ എവിടെ എത്തിപ്പെട്ടിരിക്കുന്നു? അവരെല്ലാം ഏത് ഭവനത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നീ അന്വേഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അയ്നൽ ഉയൂനുല്ലത്തി നമത് ഫമൻ ضبിഹത് വഹൽ ലഹാ നൗമതും മഹബ്ബനാഇമുഹാ. എത്രയെത്ര കണ്ണുകൾ ഉറക്കമുപേക്ഷിച്ച് ജീവിച്ച എത്രയോ കണ്ണുകൾ ഇപ്പോൾ അതൊക്കെ എവിടെ പോയി? എത്രയെത്ര രാജാക്കന്മാർ, അവരെല്ലാവരും എവിടെയാണ് ചെന്ന് പെട്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നീ ആലോചിച്ചാൽ നിനക്ക് കിട്ടുന്ന മറുപടി ശ്മശാനത്തിലുള്ള കുഴിമാടത്തിൽ. ശ്മശാനത്തിലുള്ള കുഴിമാടത്തിൽ അവരെല്ലാവരും ഇന്ന് പോയി പെട്ടുകൊണ്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വളരെ വ്യക്തമായ യാഥാർത്ഥ്യമെങ്കിൽ സഹോദരന്മാരെ, നാം അതിനെക്കുറിച്ച് ഓർക്കാറില്ല, നാം അതേക്കുറിച്ച് ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറയുന്നു, എടോ ഒമുയത്തിമുൽ ബനീന വൽ ബനാത് വമുഫർരിഖുൽ ജമാഅത് വഹാദിമുൽ ലദ്ദാത് فهل تفكرت يا ابن آدم في يوم وهدرك اللهو الصديق وهانك الصاحب والرفيق يا جامع المال والمجتهد في البنيان ليس لك من مال إلا الأكفان بل هي والله للخراب والذهاب وجسمك للتراب والمآب. ആന്മാരായ ആളുകൾ പറയുന്നു, നിങ്ങളുടെ ആ മക്കളെ യതീമീങ്ങളാക്കുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് നിങ്ങളെ വേർപെടുത്തുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ സർവ്വസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ സ്നേഹിതന്മാരുമൊക്കെ നിങ്ങളെ വിട്ടകലുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. എന്നിട്ട് മഹാന്മാര് ചോദിക്കുന്നു, എടോ യാ ജാമിഅൽ മാൽ, സമ്പത്ത് പെരുപ്പിക്കുന്ന മനുഷ്യ, സമ്പത്ത് കൂട്ടി വെക്കാൻ വേണ്ടി പരിശ്രമിച്ച് പാടുപെട്ട് അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന മനുഷ്യ, വൽമുജ്തഹിദു ഫിൽ ബുൻയാൻ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, വലിയ വലിയ കൊട്ടാരങ്ങൾ, വലിയ വലിയ ടെറസുകൾ, മാളികകൾ, അതിന്റെ മുകളിൽ നില, ഈ രൂപത്തിലൂടി ബിൽഡിങ്ങുകൾ പെരുപ്പിച്ചുകൊണ്ട് പണം ചെലവഴിക്കുന്ന മനുഷ്യ, ഈ ചെയ്യുന്ന ത്യാഗത്തിന്റെ എല്ലാം നിനക്ക് കിട്ടാൻ പോകുന്നത് ലൈസ ലക മിൻ മാലിൻ ഇല്ലൽ അക്ഫാൻ. എടോ, നിന്റെ മുതലിൽ നിന്ന് നിനക്കാകെ കിട്ടാൻ പോകുന്നത് 3 കഷ്ണം തുണി മാത്രമാണ്. ലൈസ ലക മിൻ മാലിൻ ഇല്ലൽ അക്ഫാൻ. 3 കഷ്ണം കഫംപുട, 3 കഷ്ണം വെള്ളത്തുണി, അതും വളരെ വില കുറഞ്ഞ നിസ്സാര വിലയ്ക്കുള്ള 3 കഷ്ണം തുണി മാത്രമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്.